നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കുരുതിക്കളമായി മാറി. ED അതിലും വലിയ ഡി വന്നാലും ഞങ്ങൾക്ക് പേടിയില്ല എന്നാണ് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. തനിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ പാർട്ടി പ്രവർത്തകർക്ക് പിണറായി വിജയൻ നന്ദി പറഞ്ഞു. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ED ഡയറക്ടർ വിശദമായ റിപ്പോർട്ട് DGPയോട് തേടി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത ആഭ്യന്തര മന്ത്രാലയത്തെ നടുക്കി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ സംഭവത്തിൽ ഇടപെട്ടു. വേണ്ടിവന്നാൽ കൂടുതൽ കേന്ദ്രസേനയെ തിരുവനന്തപുരത്ത് വിന്യസിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സൂചന. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിൽ റെയ്ഡ് നടത്തിയതിനു ശേഷം പുറത്തിറങ്ങിയ ED സംഘത്തെയാണ് ഒരു കൂട്ടം CPM ഗുണ്ടകൾ ക്രൂരമായി ആക്രമിച്ചത്. 3 കാറുകൾ അവർ അടിച്ചു തകർത്തു. തുടർന്ന് CPMൻ്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അവർ പാഞ്ഞു ചെന്നു. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ അഭയം തേടിയ ഈ പ്രതികളെ പിടികൂടാൻ കേരള പോലീസിന് പിന്നീട് മണിക്കൂറുകളോളം കഴിയാതെ വന്നു. ഒടുവിൽ പാർട്ടി നേതാക്കൾ ഇടപെട്ട് പ്രതികളെ പോലീസിന് കൈമാറാം എന്ന ധാരണയിലെത്തി. സ്റ്റേഷനിൽ ഞങ്ങൾ ഹാജരാക്കാം, പ്രതികളെ പോലീസിന് വിട്ടു നൽകില്ല എന്നതായിരുന്നു CPM നേതാക്കളുടെ ആവശ്യം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മരുമകൻ മുഹമ്മദ് റിയാസിൻ്റേതുമടക്കം 12 ഇടങ്ങളിൽ റെയ്ഡ് പൂർത്തിയാക്കിയതിനു ശേഷം മടങ്ങാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ED സംഘത്തിന് നേർക്ക് പല സ്ഥലങ്ങളിലും ആക്രമണം. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തലത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് തിരുവനന്തപുരത്ത് നടന്നത്. പിണറായി വിജയൻ്റെ വാടക വീടിന് മുന്നിൽ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട CRPF ജവാന്മാരുടെ നേർക്ക് കല്ലുകളും ചെരുപ്പുകളും വലിച്ചെറിഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ചിരുന്നു നേരത്തെ പാർട്ടി പ്രവർത്തകർ. മുന്നിൽ നിന്ന കേരള പോലീസിൻ്റെ ഹെൽമറ്റുകൾ വലിച്ചൂരി CRPF ജവാന്മാർക്ക് നേരെ ഏറ് നടത്തുകയും ചെയ്തു പാർട്ടി പ്രവർത്തകർ. പ്രകോപിതരായ CRPF ഒരുപക്ഷെ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കുമോ എന്ന ഭയം പോലുമുണ്ടായി. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന 3 വാഹനങ്ങളാണ് പാർട്ടി പ്രവർത്തകർ കല്ലുകൊണ്ടിടിച്ചും വടികൊണ്ട് അടിച്ചുമൊക്കെ തകർത്തത്. അതിക്രൂരമായ ആക്രമണമാണ് തിരുവനന്തപുരത്ത് നടന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം നടന്നത് എന്ന ചോദ്യം പല കോണുകളിലും ഉയരുന്നു. ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ സഖാക്കൾ ആഘോഷം തുടങ്ങിയതിന് പിന്നാലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു പത്രക്കുറിപ്പ്. സഖാക്കൾ ആഘോഷിക്കാൻ വരട്ടെ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിർണായകമായ പല തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വസതിയിലും മകൾ വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ ഓഫീസുകളിലും നടത്തിയ റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് വിവരങ്ങളും ED ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ഇക്കാര്യങ്ങൾ ED തങ്ങളുടെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുകയാണ്. തിരുവനന്തപുരത്തെ പിണറായി വിജയൻ്റെ വസതിയിൽ നിന്നിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകർ ആക്രമിച്ചതിന് പിന്നിലും ചില സംശയങ്ങൾ ശക്തമാകുന്നു. പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ കൈക്കലാക്കാനുള്ള ആക്രമണമാണോ അവിടെ നടന്നത്? പിടിച്ചെടുത്ത രേഖകളൊക്കെ ED ഉദ്യോഗസ്ഥർ വിശദമായി വിശകലനം ചെയ്തു വരികയാണ്. CMRL മാനേജ്മെൻറ്റും വീണ വിജയനും ചേർന്ന് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ചു എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിലയിരുത്തുന്നു. കേസിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്ര വിപുലമായ റെയ്ഡുകൾ സംഘടിപ്പിച്ചത് എന്ന് ED വ്യക്തമാക്കുന്നു. പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ വസതിയിൽ നടന്ന റെയ്ഡിൽ പാർട്ടി പോലും ആശങ്കപ്പെട്ടു. പാർട്ടിയുമായി ബന്ധപ്പെട്ട നിരവധി സാമ്പത്തിക രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് പിണറായി വിജയൻ നേരിട്ടാണ്. ഈ രേഖകൾ പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുമോ എന്ന ഭയം CPMനെ തുടക്കം മുതൽ വേട്ടയാടി. അതിൻ്റെ തുടർചലനങ്ങളായിരുന്നു ഡൽഹിയിൽ MA ബേബി അടക്കമുള്ളവർ തെരുവിലിറങ്ങാനുള്ള കാരണം. ഡൽഹിയിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് CPM കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മാർച്ചിൽ വൻ സംഘർഷമാണ് അരങ്ങേറിയത്. മാർച്ചിന് നേതൃത്വം നൽകിയ CPM ജനറൽ സെക്രട്ടറി MA ബേബി, ബൃന്ദ കാരാട്ട്, ബിജു കൃഷ്ണൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള മോദി സർക്കാരിൻ്റെ ഏകാധിപത്യ നീക്കങ്ങൾ അനുവദിക്കില്ല എന്നായിരുന്നു MA ബേബിയുടെ പ്രതികരണം. പിന്നാലെ ഡൽഹി പോലീസ് തൂക്കിയെടുത്തപ്പോൾ MA ബേബിക്ക് മുണ്ടാട്ടം മുട്ടി. ബേക്കറി ജംഗ്ഷനിലുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വസതിക്ക് മുന്നിൽ നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത ആക്രമണത്തിൻ്റെ ക്രൂരത. ചുടുകട്ടയും മരക്കഷ്ണങ്ങളുമായി ആക്രമികൾ അടുത്തുകൂടി. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ സംഭവിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ച. ഇന്ന് രാവിലെ കേരള പോലീസിനെ അറിയിക്കാതെയാണ് ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത്. പിന്നീടും കേരള പോലീസിൻ്റെ സഹായം അവർ തേടിയിരുന്നില്ല.
തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് ആരംഭിച്ചതിന് ശേഷം പ്രദേശത്ത് കനത്ത സംഘർഷാവസ്ഥ നിലനിന്നു. തുടക്കം മുതൽ ED ഉദ്യോഗസ്ഥർ കർശന മനോഭാവത്തോടെയാണ് പിണറായി വിജയനെ നേരിട്ടത്. ഫോണുകൾ ആദ്യഘട്ടത്തിൽ തന്നെ അവർ സീസ് ചെയ്തു. പിണറായി വിജയനെയും കുടുംബത്തെയും കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ED സംഘം അനുവദിച്ചില്ല. തുടർന്ന് ശക്തമായ തിരച്ചിലുകൾ തുടരുമ്പോൾ മറുവശത്ത് പിണറായി വിഷണ്ണനായി നിന്നു. തൻ്റെ മകളെ തൻ്റെ കൺമുന്നിൽ ചോദ്യം ചെയ്യുന്നത് തൂക്കി നിൽക്കേണ്ടി വന്നു ഈ മുൻ മുഖ്യമന്ത്രിക്ക്. വീടിന് മുന്നിൽ തടിച്ചുകൂടിയ CPM DYFI പ്രവർത്തകർ പോലീസിൻ്റെ ഹെൽമറ്റും ചെരുപ്പും ഉൾപ്പെടെ CRPF ജവാന്മാർക്ക് നേരെ വലിച്ചെറിയുന്നു. അപ്പോഴൊക്കെ ആക്രമണം കനക്കട്ടെ എന്നാവും പിണറായി വിജയൻ കരുതിയത്. രാവിലെ മുതൽ ക്രമസമാധാന നില പൂർണ്ണമായി ആ മേഖലയിൽ തകർന്നിരുന്നു. റെയ്ഡ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങുന്ന സമയത്ത് ആവശ്യത്തിന് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിനും ചില വീഴ്ചകൾ സംഭവിച്ചു. സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ട് കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങളോ പോലീസ് സേനയോ അവിടെ വിന്യസിച്ചിരുന്നില്ല. അതിനൊരു കാരണം കേന്ദ്രസേന ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ കൊടുക്കും എന്ന കേരള പോലീസിൻ്റെ അമിത ആത്മവിശ്വാസം. സുരക്ഷാ ശൂന്യതയാണ് CPM പ്രവർത്തകർ മുതലെടുത്തത്. ഇതിനെ തുടർന്ന് പുറത്തേക്കിറങ്ങിയ ED സംഘത്തെ അവർ അതിക്രൂരമായി ആക്രമിച്ചു. ഇഷ്ടികക്കട്ടകളും വടികളും കല്ലുകളും മരക്കഷ്ണങ്ങളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ED ഉദ്യോഗസ്ഥരുടെ വാഹനം പൂർണ്ണമായി ആക്രമിച്ച് തകർക്കുകയായിരുന്നു അക്രമികളുടെ ലക്ഷ്യം. ആക്രമണത്തിൽ വാഹനത്തിന് മുൻപിലെയും പിൻപിലെയും ചില്ലുകളും സൈഡ് മിററും പൂർണ്ണമായി തകർന്നു. സൈഡ് ഗ്ലാസ് കല്ലുകൊണ്ട് ഇടിച്ച് തകർത്തതോടെ വാഹനത്തിൽ ഉള്ളിലുണ്ടായിരുന്നവർ പരിഭ്രമിച്ചു. ചില്ല് തകരുന്നതിനിടയിൽ കൈക്ക് സാരമായി പരിക്കേറ്റ ഒരു CPM പ്രവർത്തകൻ നിലവിൽ ചികിത്സയിലാണ്. ആക്രമണത്തിൽ ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റത് ED വാഹനത്തിന്റെ ഡ്രൈവർക്ക്. കല്ലേറിൽ തകർന്ന ചില്ലിന്റെ കഷ്ണങ്ങൾ കണ്ണിൽ തുളച്ചു കയറിയ നിലയിലാണ് ഈ ഡ്രൈവറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആക്രമണത്തിന് പിന്നാലെ പ്രതികൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ അഭയം തേടി. നേതാക്കൾ ഓഫീസിന് മുന്നിൽ അണിനിരന്നു. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള MPമാരും മറ്റ് മുതിർന്ന നേതാക്കളും പ്രതികൾക്ക് സംരക്ഷണ കവചമൊരുക്കി. ഒരു കാരണവശാലും പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് പാർട്ടി നേതാക്കൾ കൈക്കൊണ്ടത്. ക്രമസമാധാന ചുമതലയുള്ള H. വെങ്കടേഷ് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി നേതാക്കളോട് അനുനയ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. മുൻ മന്ത്രി V. ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ സ്ഥലത്തെത്തി പോലീസുമായി ചർച്ച നടത്തി. തുടർന്നാണ് സംഭവത്തിൽ പ്രതികളായവരെ പുറത്തേക്കിറക്കി പോലീസിന് മുന്നിൽ ഹാജരാക്കിയത്. കണ്ണൂരിലെ പിണറായിയുടെ വീടിന് മുന്നിലെത്തിയ CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ കൂവി വിളിച്ചിരുന്നു. ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും വാഹനത്തിന് നേരെ അക്രമം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ വീടിന് മുന്നിലെത്തിയ CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരുടെ കാർ തടഞ്ഞു. നേതാക്കൾ ഇടപെട്ടാണ് ED ഉദ്യോഗസ്ഥർ പിന്നീട് അവിടെ നിന്ന് യാത്ര തിരിച്ചത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികളുടെ ചിത്രങ്ങൾ പോലീസ് പിന്നീട് പാർട്ടി നേതാക്കൾക്ക് കൈമാറി. മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണി, പാളയം സന്തോഷ്, ആദർശ് എന്നിവരുൾപ്പെടെ 10 പ്രതികളുടെ ചിത്രങ്ങളാണ് പോലീസ് കൈമാറിയത്. 10 പ്രതികളെയും തങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും ഇവരെ ഉടൻ വിട്ടുതരണമെന്നും പോലീസ് CPM നേതാക്കളോട് അഭ്യർത്ഥിച്ചു. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വൻ പോലീസ് സന്നാഹമാണ് പിന്നീട് ഒരുക്കിയത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന കട്ട നിലപാടിൽ പാർട്ടി നേതൃത്വവും. ED ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് നേരെ കയ്യേറ്റമുണ്ടാവുകയും ആക്രമണത്തിൽ ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ED ഉദ്യോഗസ്ഥർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പരിക്കേറ്റ ചില ഉദ്യോഗസ്ഥരെ ആശുപത്രികളിലേക്ക് മാറ്റി. ആക്രമണത്തിൽ തകർന്ന കാർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആസൂത്രിതവും പ്രകോപനപരവുമായിരുന്നു CPMന്റെ നീക്കങ്ങൾ. ഒരു തരത്തിലും കേട്ടുകേൾവിയില്ലാത്ത തലത്തിൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കണ്ടത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് 7 പേരെ അറസ്റ്റ് ചെയ്തു. ആക്രമണം നടത്തിയ 10 പേരെ തിരിച്ചറിഞ്ഞെന്നും ബാക്കിയുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറയുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ എന്തെങ്കിലും വീഴ്ച സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വരുത്തിയാൽ തങ്ങൾ ഇടപെടുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അമിത്ഷാ കേരളത്തിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം വിലയിരുത്തുന്നു. മറുവശത്ത് ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രാധാന്യമാണ് ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിന് നൽകുന്നത്. പിണറായി വിജയൻ അകത്താകാൻ ഇനി മറ്റു വഴികൾ തേടേണ്ടതില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.